ഹായ് ഫ്രണ്ട്സ്, അക്വാഗീനറി ഓർഗാനിക് ഫാമിന്റെ വെറൈറ്റി സ്ലൈഡ്സ് മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, നമ്മുടെ രാജ്യത്ത് രാവെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ വാർത്തകളിലും പത്രമാധ്യമങ്ങളിലും നിറഞ്ഞു നിന്നതായിരുന്നു മോൺസൺ മാവുങ്കൽ എന്ന പുരാവസ്തു ഗവേഷകന്റെ മ്യൂസിയം. ഈ ഗവേഷകന്റെ പുരാവസ്തു ഗവേഷണത്തിൽ ചർച്ച ചെയ്യപ്പെട്ടത് 6000-ഓളം വർഷം പഴക്കമുള്ള പ്രവാചകനായ മോശയുടെ അംശവടിയായിരുന്നു. മോൺസൺ മ്യൂസിയത്തിലെ മുഖ്യ ആകർഷകമായ വിശ്വരൂപം, കുണ്ടലകേശൻ, വേളാങ്കണ്ണി മാതാവ് തുടങ്ങിയ ഒട്ടനവധി ശില്പങ്ങളും. എന്തിനേറെ പറയുന്നു, മാവുങ്കൽ അണ്ണന്റെ വീടിന്റെ ഗേറ്റിലുള്ള ചുമർ ചിത്രവും വീടിനുള്ളിലെ പല രൂപങ്ങൾക്കും നിറം പകർന്നത് കണ്ണൂർ മണിക്കടവ് സ്വദേശിയായ കലാകാരനാണ്. കാലാച്ചിറയിൽ അഗസ്തി ഏലിയാമ്മ ദമ്പതികളുടെ 3 മക്കളിൽ മൂന്നാമനായ ബിനേഷ് അങ്കിളിനെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത്. ഫ്രണ്ട്സ്, ഇവിടെ അങ്കിൾ ഉണ്ട്. അങ്കിളിനോട് തന്നെ അങ്കിളുടെ വർക്ക്സ് നമുക്ക് ചോദിച്ചറിയാം. അങ്കിൾ, എന്ന് മുതലാണ് ഇത്തരം വർക്ക്സുകളിലേക്കുള്ള അഭിരുചി തുടങ്ങിയത്? സ്കൂളിൽ പഠിക്കുമ്പോൾ പോലെ മത്സരങ്ങൾക്കൊക്കെ പോകാറുണ്ട്, ഡ്രോയിങ്ങിലും പെയിൻറ്റിങ്ങിലൊക്കെ. അതങ്ങനെ തുടർന്നു. പിന്നെ ഒരു 10ാം ക്ലാസ് കഴിഞ്ഞപ്പം 10th എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നേരെ കുറച്ചു കാലം അതിലും വർക്ക് ചെയ്ത് നടന്നിട്ട് പിന്നെ ഫൈൻ ആർട്സിന് വഴി കണ്ണൂർ ഫ്രഷ്മൻ സ്കൂൾ ഓഫ് ആർട്സിലാണ് പഠനം കഴിഞ്ഞത്. അവിടുന്ന് നേരെ എറണാകുളത്ത് ചെന്ന് മറ്റു പലകളിലും ജോലി ചെയ്തു. ഈ നമ്മുടെ വർക്കുമായിട്ട് ബന്ധപ്പെട്ട തൊഴിലൊന്നും ആദ്യകാലങ്ങളിൽ ഉണ്ടായിരുന്നില്ല. പിന്നെ മറൈൻ ഡ്രൈവിലൊക്കെ പോയിരുന്ന് വരുന്ന ആളുകളെ, ഫോറിനേഴ്സിനെ, നാടൻ ആൾക്കാരെ എല്ലാവരെയും ലൈവായിട്ട് ആളെ ഇരുത്തി വരച്ചു കൊടുക്കുന്ന പരിപാടിയായിരുന്നു. ഞാൻ ഫൈൻ ആർട്സ് കഴിഞ്ഞാണ്. KGC എന്നാണ് ആ കോഴ്സിൻ്റെ പേര്. കണ്ണൂരാണ് ഞാൻ പഠിച്ചത്. ഫ്രഷ്മൻ സ്കൂൾ ഓഫ് ആർട്സ്, 3 വർഷത്തെ കോഴ്സ്. ആ കോഴ്സ് കഴിഞ്ഞ് നേരെ അവിടെ തന്നെ ഒരു 6 മാസം ടീച്ചറായിട്ട് വർക്ക് ചെയ്തു. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ നമ്മുടെ മണിക്കടവ് സ്കൂളിൽ തന്നെ ഒരു 6 മാസം ടീച്ചറായിട്ട് വർക്ക് ചെയ്തിരുന്നു. അതുപോലെ ചോയ്സ് സ്കൂളിൽ. അങ്കിൾ 18ഓളം സിനിമകളുടെ ആർട്ട് വർക്കുകളിൽ അങ്കിൾ ഭാഗമായിരുന്നല്ലോ. ഏതൊക്കെ മെയിൻ ആർട്ടിസ്റ്റിന്റെ കൂടെയാണ് അങ്കിൾ വർക്ക് ചെയ്തത്? അതിപ്പം മലയാള സിനിമയിൽ ഇൻഡസ്ട്രിയിലുള്ള അത്യാവശ്യം എല്ലാ ആർട്ട് സംവിധായകരുടെ കൂടെയും കലാസംവിധായകരുടെ കൂടെയും നടന്മാരുടെ കൂടെയും ഉള്ള വർക്കുകൾ ചെയ്യാനുള്ള അവസരം കിട്ടി. അപ്പോൾ അവസാനമായിട്ട് ചെയ്തത് നമ്മുടെ ഏറ്റവും വലിയ ജയരാജ് സാറിൻ്റെ ഭയാനകം എന്നുള്ള സിനിമയിൽ ആർട്ട് ഡയറക്ടർ വർക്ക് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ് അതിൻ്റെ വിജയം. അങ്കിൾ നേരത്തെ പറഞ്ഞല്ലോ ലൈവ് വർക്ക് ചെയ്യുമെന്ന്. എന്താണ് ഈ ലൈവ് വർക്ക്? അതിനെപ്പറ്റി ഒന്ന് പറയാമോ? ഈ ലൈവ് വർക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പം ഫിഗറേറ്റീവ് ആയാലും ക്രിയേറ്റീവ് ഔട്ട്ഡോർ സാധനങ്ങളായാലും നമ്മൾ ആ സ്പോട്ടിലിരുന്ന് തന്നെ ആളെ ഇരുത്തി വരച്ചു കൊടുക്കുന്നതിനാണ് നമ്മൾ സാധാരണ ലൈവ് വർക്കുകളെന്ന് പറയുന്നത്. അപ്പം നമ്മൾ വർഷങ്ങളായിട്ട് അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എവിടേക്ക് ചെയ്തിട്ടുണ്ട്? അത് ഒരുപാട് സ്ഥലങ്ങളിൽ ചെയ്തിട്ടുണ്ട്. ഇപ്പം അബ്രോഡ് ചെയ്തിട്ടുണ്ട്, കേരളത്തിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഈ അടുത്തിടയ്ക്കായിട്ട് പുതിയൊരു ട്രെൻഡ് വന്നിട്ടുണ്ട്. ഈ വെഡ്ഡിങ് നടക്കുന്ന ലൈവ് ഹാളിൽ ഓഡിയൻസിൻ്റെ എല്ലാം ഫ്രണ്ടിൽ വെച്ച് ഈ വധൂവരന്മാരെയും അവരുടെ ഓഡിറ്റോറിയവും വെഡ്ഡിങ് സ്റ്റേജ് അടക്കം അവരുടെ പിക്ചർ വരച്ചു കൊടുക്കുന്നൊരു ഇതിലോട്ട് മാറിയിട്ടുണ്ട്. അത് കേരളത്തിൽ ആദ്യമായിട്ട് ചെയ്യുന്നത് ഞാനാണ്. പിന്നെ ഉള്ളത് ഹോട്ടൽ താജ് മലബാർ, താജ്, കാസിനോ, അങ്ങനെയുള്ള സ്റ്റാർ ഹോട്ടലുകളിലൊക്കെ അവിടെ വന്നിരിക്കുന്ന ഗസ്റ്റുകളെ അപ്പം തന്നെ വരച്ചു കൊടുക്കുന്ന. പിന്നെ കാരിക്കേച്ചറായിട്ട് 2 തരത്തിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. കാരിക്കേച്ചറായിട്ട് ചെയ്യും, പോർട്രേറ്റ് ആയിട്ടും ചെയ്യും. അങ്ങളെ, ഈ പാറക്കെട്ടുകളും പച്ച മരങ്ങളും ഈ പുഴയും ലൈവായിട്ടൊന്ന് വരയ്ക്കാമോ? ഇപ്പം തന്നെ വരച്ചേക്കാലോ?
മോൺസൺ മാവുങ്കലിന് വേണ്ടി അങ്കിൾ എന്തൊക്കെ വർക്കാണ് ചെയ്തത്? മോൺസൺ സാറിന് വേണ്ടിയിട്ട് അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരുപാട് ആൻറ്റിക് സാധനങ്ങൾക്കൊക്കെ പഴക്കം വരുത്തുക എന്നുള്ളതായിരുന്നു എൻ്റെ ഡ്യൂട്ടി. അതൊക്കെ ഒരു പരിധി വരെ എല്ലാം പുതിയ സാധനങ്ങളായിരുന്നു. അതെല്ലാം ഒരുപാട് വർഷങ്ങൾ 100, 200, 500 വർഷങ്ങൾ പഴക്കം ഉണ്ടാക്കുകയായിരുന്നു എനിക്ക് കിട്ടിയത്. അത് ഞാൻ ചെയ്ത് കൊടുത്തു. മോൺസൺ സാറിന് വേണ്ടിയിട്ട് ചെയ്തതെല്ലാം പുരാവസ്തു ശേഖരണത്തിന് വേണ്ടിയായിരുന്നെന്ന് അങ്കിൾക്ക് അറിയാമായിരുന്നു. അത് പുള്ളിക്ക് ഒരുപാട് കോടികളുടെ ഇതിലുള്ള ഒരുപാട് വസ്തുക്കൾ പുള്ളിക്ക് ശേഖരണത്തിൽ പുള്ളിയുടെ കയ്യിലുണ്ട്. അതിന് കുറച്ചും കൂടി പഴക്കം വരുത്തുക എന്നുള്ളതാണ് നമുക്ക് കിട്ടിയത്. അത് വിൽപ്പനയ്ക്കാണെന്നുള്ള ഇതൊന്നും പുള്ളി നമ്മളോട് പറഞ്ഞിട്ടില്ല. ഇത് കൊടുത്ത് വിൽക്കുന്നുണ്ടോ, ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അതിനെപ്പറ്റി നമ്മൾ ചോദിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. അങ്കിൾ മോൺസൺ മാവുങ്കലിന്റെ വീടിന്റെ ഗേറ്റിലുള്ള ഒരു ചിത്രം വരയ്ക്കുന്നത് ഞങ്ങൾ കണ്ടിരുന്നു. അപ്പോൾ അതേപോലെ അനേകം വർക്ക്സ് ചെയ്തിട്ടുണ്ടോ? മോൺസൺ സാറിൻ്റെ വീട്ടിൽ ഞാൻ ആദ്യം ചെയ്ത വർക്ക് പുള്ളിയുടെ ഗേറ്റിൻ്റെ ഫ്രണ്ടിലുള്ള പെയിൻറ്റിംഗ് ആണ്. അതിനുശേഷമാണ് മഹാഭാരതവും ആ വാളും സിംഹാസനവും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വർക്കൗട്ട് ചെയ്യുന്നത്. അങ്കിൾ, സിംഹാസനം എന്ന് പറയുമ്പോൾ DGP ബഹറി എന്ന ടിപ്പുവിന്റെ സിംഹാസനമാണോ? അതെ മോനെ, അത് തന്നെ. അങ്കിൾ, അദ്ദേഹവുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ പല വഴിക്ക് നടക്കുന്നുണ്ടല്ലോ. ഏതെങ്കിലും ഏജൻസികൾ അങ്കിളിനോട് സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ടോ? സംശയം പ്രകടിപ്പിക്കുകയല്ല, എന്നെ ഒരു 3-4 പ്രാവശ്യമായിട്ട് അവർ വിളിച്ച് ചോദ്യം ചെയ്തിരുന്നു. അവിടെ എന്തൊക്കെ വർക്കുകൾ ചെയ്തു, എത്ര കാലമായിട്ട് മോൺസണുമായിട്ട് പരിചയമുണ്ട് എന്ന രീതിയിൽ അവിടെ ഞാൻ കണ്ട കാഴ്ചകളൊക്കെ ഈ 4 വർഷത്തിനിടയ്ക്ക് എനിക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം അവർ ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. അങ്കിൾ, ഈ മോൺസൺ മാവുങ്കൽ എന്ന് പറയുന്ന ആള് എങ്ങനെയുള്ള ഒരാളായിരുന്നു? ഇത്രയും ഈ 4 കൊല്ലത്തിനിടയിൽ ഞാൻ ഇതുപോലൊരു മനുഷ്യനെ കണ്ടിട്ടില്ല. അത്ര സോഫ്റ്റായും ഡീലായാലും നല്ല ഡീലിങ്ങിൽ മുൻപോട്ട് പോകുന്നൊരു മനുഷ്യനായിരുന്നു. പിന്നെ പെട്ടെന്ന് ആണ് തിരിച്ചറിയുന്നത് ഇങ്ങനൊരു കേസും കാര്യങ്ങളൊക്കെ വന്നപ്പോഴാണ് നമുക്ക്. പക്ഷേ ഇതുവരെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരു ദുരനുഭവം ഉണ്ടായിട്ടില്ല. വളരെ നീറ്റായിട്ട് തന്നെയാണ് എല്ലാ കാര്യങ്ങളും നടന്നു പോയിരിക്കുന്നത്. വർക്ക് ചെയ്ത പേയ്മെൻറ്റുകളെല്ലാം കൃത്യമായിട്ട് തന്നിരുന്നു. സാധാരണ നമ്മൾ പറഞ്ഞ റേറ്റിനേക്കാളും കൂടുതൽ എമൗണ്ട് തന്നിട്ടാണ് ഓരോ വർക്ക് കഴിഞ്ഞ് പോകുമ്പോഴും നമ്മളെ വിടാറ്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഭയങ്കര വിശ്വാസമായിരുന്നു. അങ്കിൾ കുറെ വർക്ക്സ് ചെയ്തിട്ടുണ്ടല്ലോ. ഈ വർക്ക്സ് എല്ലാം എവിടെയെങ്കിലും പ്രദർശിപ്പിച്ചിട്ടുണ്ടോ? ഒരു 14 എക്സിബിഷനോളം നടത്തി. അത് ഇന്ത്യയിലകത്തും ദുബായ്, ഖത്തർ എന്നീ സ്ഥലങ്ങളിലും ചെയ്തു. പറഞ്ഞോ. താങ്ക് യു അങ്കിൾ. താങ്ക് യു സോ മച്ച്. ഇത്രയും നേരം ഞങ്ങൾക്ക് വേണ്ടി ചിലവഴിച്ചു. ഫ്രണ്ട്സ്, നമ്മുടെ ബിനീഷ് അങ്കിൾ ലൈവായിട്ട് വരച്ച ചിത്രമാണിത്. ഇത് അങ്കിൾ നമുക്ക് വേണ്ടി പ്രസന്റ് ചെയ്തതാണ്. ഫ്രണ്ട്സ്, ഞാൻ നിൽക്കുന്ന ബാക്ക്ഗ്രൗണ്ട് ആണ് ബിനീഷ് അങ്കിൾ നമുക്ക് വേണ്ടി 15 മിനിറ്റ് കൊണ്ട് വരച്ചത്. ഇതൊരു ഗ്രേറ്റ് ആർട്ടിസ്റ്റിൻ്റെ വർക്കാണ്. ഇത് കണ്ടപ്പോൾ ഡോക്ടർ മോൺസൺ മാവുങ്കലിന് ഈ
ഈ വർക്ക് ബാംഗ്ലൂരെ പുള്ളിയുടെ സുഹൃത്തിൻ്റെ വീട്ടിൽ സീലിങ്ങിൽ ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനുവേണ്ടിയാണ് നമ്മളുമായിട്ട് ബന്ധപ്പെട്ടത്. അങ്ങനെ അത് അഡ്വാൻസ് വാങ്ങി ചെയ്തു. പിന്നെ സാഹചര്യം കൊണ്ട് ലോക്കായിപ്പോയി. ഇത് 20 അടി സൈസാണ്, 20x20 ഇതിൻ്റെ സൈസ് വന്നേക്കുന്നത്. സീലിംഗ് വർക്കാണ്. സാധാരണഗതിയിൽ ചെയ്യുന്നത് സീലിങ്ങിൽ ഡയറക്റ്റ് സീലിങ്ങിൽ വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ അത്രയും നാളത്തെ കഷ്ടപ്പാട് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ക്യാൻവാസിലോട്ട് നമ്മളിത് വരച്ചിട്ട് ഫിക്സ് ചെയ്യാന്നുള്ള പ്ലാനിലോട്ട് വന്നത്. ഒരു 11 രൂപയോളം നമുക്കിതിനു വേണ്ടി എക്സ്പെൻസ് ഉണ്ട്. നമ്മുടെ ഡോക്ടർ മോൻസൺ ഓർഡർ ചെയ്തൊരു വർക്കാണ് ബാംഗ്ലൂർക്ക് വേണ്ടിയിട്ട്. ഇങ്ങനൊരു അവസ്ഥയിലായതുകൊണ്ട് നമ്മുടെ കയ്യിൽ പെട്ടിരിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളായി. ഈ കലാകാരൻ കടന്നു വന്ന വഴികളും അദ്ദേഹത്തിന്റെ വർക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. അദ്ദേഹത്തിന്റെ എല്ലാ വർക്കുകളും മിറാക്കിൾസ് ആണ്. ഇഷ്ടമായാൽ ലൈക്കും ഷെയറും ചെയ്യണം. ഒപ്പം കൂടുതൽ വർക്കുകളും അദ്ദേഹത്തിന് ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ചാരിറ്റിയെ മുൻനിർത്തി പ്രവർത്തിക്കുന്ന ഞങ്ങളുടെ ചാനല് പ്രോത്സാഹിപ്പിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്ത നിങ്ങളുടെ നല്ല മനസ്സിന് വളരെ നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ് അവർ ചാനൽ. ബൈ ബൈ.